സംവിധായകൻ ഷംസുദ്ദീന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. രാത്രി വാതിൽ പൊളിച്ച് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് കോടതി ചോദിക്കുന്നു. എല്ലാ കേസിലും ഇതുപോലെ തന്നെയാണോ പ്രവർത്തിക്കുന്നത്? ഹിൽ പാലസ് SHO നേരിട്ട് കോടതിയിൽ ഹാജരാക്കി വിശദീകരണം നൽകണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. FIR ഇടുന്നത് നമ്മളത് അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. നമുക്ക് സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 15-ാം തീയതി വൈകുന്നേരമാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത്. SI ആണ് വിളിച്ചത്. വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞാനൊരു ലൊക്കേഷനിലേക്ക് ഷൂട്ടിന് പോവുകയാണ്. 16-ാം തീയതി എനിക്ക് ഷൂട്ടായിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തി ഞാൻ സാറിനെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത്. 18-ാം തീയതി എനിക്ക് ജാമ്യാപേക്ഷ പരിഗണനയിൽ നിൽക്കുവാണ്. നമ്മൾ 6 പേരും പ്രതികളെന്ന് ആരോപിക്കപ്പെട്ട 6 പേരും മുൻകൂർ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുവരെ നമുക്ക് പോലീസിൽ നിന്നോ മറ്റൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ ഭാഗം നിയമപരമായിട്ട് സേഫ് ആക്കുക എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ജാമ്യം പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പ് നിർബന്ധപൂർവ്വം എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്, അതും എൻ്റെ ഫ്ലാറ്റിൽ കുത്തിപ്പൊളിച്ചകത്ത് കയറിയിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിപ്പം ഓൾറെഡി പരാതി വ്യാജമാണ്. സിനിമ ഇറങ്ങിയിട്ടൊരു വർഷമായി. നമ്മുടെ സിനിമയിലുടനീളം പ്രൊഡ്യൂസറായിട്ട് നമുക്ക് തർക്കങ്ങളുണ്ടായിരുന്നു. എൻ്റെ കരിയർ ഇല്ലാതാക്കും, എന്നെ ഇനി സിനിമ ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളത് പലവട്ടം ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ടെക്നീഷ്യൻസിനോടും ഇതേ വാശി ഇവർ മുൻപ് വെച്ച് പെരുമാറിയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രതികാരമാണ് ഇതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് പോകാൻ ഒരു ഉയർന്ന രാഷ്ട്രീയ സമ്മർദ്ദം പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനൊരു സാധാരണക്കാരായിട്ടുള്ള പൗരനാണ്. പോലീസ് വിളിക്കുമ്പോൾ കേസുമായി സഹകരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിറ്റേ ദിവസം എനിക്ക് വേണമെങ്കിൽ അവിടെ പോകാവുന്നതുമാണ്. അത്രയുള്ള കാര്യം. ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ളൊരു തർക്കം, പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരു സിവിൽ കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട ഒരു തർക്കത്തിൻ്റെ പേരിലുള്ള കേസ് ഇത്ര രൂക്ഷമായി. ഇവരുടെ പ്രധാന ഉദ്ദേശം എന്നെ നാണം കെടുത്തുക, എൻ്റെ സിനിമകൾ ഇല്ലാതാക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ വഴി അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ ഒന്നും കയ്യിൽ നിൽക്കില്ല, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. ഇത് കുറച്ച് വലിയ കളികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. CMൻ്റെ ഓഫീസിൽ നിന്നടക്കം ഈ പറഞ്ഞ പോലെ ആൻസരികയുടെ രാഷ്ട്രീയ സ്വാധീനം ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അതങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലായി. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം പോലീസിന് എന്നോടുള്ള സമീപനം വളരെ നല്ല രീതിയിലായിരുന്നു. കാരണം ഞാൻ പൂർണ്ണമായിട്ടും സഹകരിച്ചു, കൃത്യമായി എൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും പോലീസിനും അത് എൻ്റെ നിരവധിത്വം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് കോടതി ഈ പറഞ്ഞ പോലെ എന്തിനായിരുന്നു ഇത്ര ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു അറസ്റ്റ് എന്ന് പോലീസിനെ ചോദിച്ചിട്ടുള്ളത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഒരു സംവിധായകനാണ്, സാധാരണ പൗരനാണ്. ഇയാളെ ഇങ്ങനെ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി അറസ്റ്റ് ചെയ്യേണ്ട പശ്ചാത്തലം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പോലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സംവിധായകൻ. രഞ്ജിത്ത്, കോടതിയും ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ചോദിച്ചത്, മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കുമ്പോൾ എന്തിനായിരുന്നു തിടുക്കപ്പെട്ട ഇത്തരത്തിലൊരു വഞ്ചനാ കേസിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത്? അതും ഫ്ളാറ്റിന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് പുലർച്ചെയാണ് പോലീസ് അവിടെ കയറി ഈ സംവിധായകൻ ഷംസുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. ഇതിനെതിരെ കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി വിശദീകരിക്കണം എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇന്നിപ്പോൾ അഭിലാഷം സിനിമയുടെ സംവിധായകന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരണയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇടപെട്ടു. അതായത് ഈ നിർമ്മാതാവ്, അഭിലാഷം സിനിമയുടെ നിർമ്മാതാവ് ആൻസരിക ആന്റണി, MA ബേബിയുടെ മുതിർന്ന CPM നേതാവായിട്ടുള്ള MA ബേബിയുടെ മരുമകളുടെ സഹോദരിയാണ്. ആ ഒരു സ്വാധീനം തന്നെയാണ് ഈ കേസിലും അവർ കാണിച്ചതെന്നാണ് നിർമ്മാതാവ് പറയുന്നത്. MA ബേബി പല സെറ്റുകൾ വന്നിട്ടുള്ള ദൃശ്യങ്ങളടക്കം ഈ നിർമ്മാതാവ് ഈ സംവിധായകൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ നിർമ്മാതാവ് ചിത്രത്തിലുടനീളം ഷൂട്ടിംഗ് സമയത്തൊക്കെ വലിയ രീതിയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. പൈസ ഇപ്പോഴും ലക്ഷങ്ങളാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട മറ്റ് അണിയറ പ്രവർത്തകർക്കും സംവിധായകനും അഭിനേതാക്കൾക്കും ഒക്കെ നൽകാനുള്ളത്. അതൊക്കെ ചോദിക്കുമ്പോൾ ഈ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, അതായത് MA ബേബി അദ്ദേഹത്തിന്റെ ബന്ധുവാണ്, നിർമ്മാതാവിന്റെ ബന്ധുവാണ്, നിങ്ങളെ കേസിൽ കൊടുക്കും, നിങ്ങളെ ഇത്തരത്തിൽ കരിയർ അവസാനിപ്പിക്കും എന്ന തരത്തിലുള്ള ഭീഷണി ഷൂട്ടിങ്ങിൽ ഉടനീളം ഈ നിർമ്മാതാവ് ഉന്നയിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ സംവിധായകൻ പറയുന്നത്. ആ ഒരു രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് തന്നെ ഇത്തരത്തിൽ ഉള്ള അറസ്റ്റിലേക്ക് നയിച്ചത്. തന്നെ ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് ചെയ്യാൻ കാരണവും ആ രാഷ്ട്രീയ
സ്വാധീനമാണെന്നാണ് ഈ സംവിധായകൻ പറയുന്നത്. എന്തായാലും നിയമപരമായി നേരിടാൻ തന്നെയാണ് സംവിധായകനും തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് കോടതിയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു വ്യാജ പരാതി എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പുറത്തിറങ്ങിയ ഒരു ചിത്രം അതിന്റെ OTT വരെ കൈമാറി, OTT വരെ റിലീസ് ചെയ്തു. പിന്നെ എങ്ങനെയാണ് ആ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് ഞാൻ കൊണ്ടുപോയി മാറ്റിവെച്ചു അല്ലെങ്കിൽ താൻ മോഷ്ടിച്ചു എന്ന് നിർമ്മാതാവ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സംവിധായകൻ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാഹനം, ഒരു കാർ തന്റെ പക്കലുണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ വാഹനം താൻ കൃത്യമായി തിരികെ നൽകി. ആ തെളിവെടുപ്പ് സമയത്ത് പോലീസിന് ആ വാഹനം കാണിക്കുകയും ചെയ്തു. പക്ഷെ ആ വാഹനം താൻ മോഷ്ടിച്ചു എന്ന പേരിൽ വീണ്ടും തനിക്കെതിരെ ഒരു പരാതി നൽകിയിരിക്കുകയാണ് നിർമ്മാതാവ്. എന്തായാലും തന്നെ ഇത്തരത്തിലൊരു തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തത് നിർമ്മാതാവിന്റെ രാഷ്ട്രീയ സ്വാധീനമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ ഇടപെടൽ ഉണ്ടായി എന്ന് തനിക്ക് സ്റ്റേഷനിലെത്തിയപ്പോൾ മനസ്സിലായി എന്നുകൂടിയാണ് അഭിലാഷം സംവിധായകൻ ഷംസുദ്ദീൻ പറഞ്ഞു വെക്കുന്നത്. രഞ്ജിത്ത്, നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.